ഓക്കെ, ഇന്ന് ഞങ്ങൾക്ക് ഏറ്റവും സിംപ്ലസ്റ്റ് ക്വാണ്ടം മെക്കാനിക്കൽ വേവ് ഫംഗ്ഷൻ്റെ ഡെറിവേഷൻ ചെയ്യാം. അതായത് ഇൻഫിനിറ്റ് സ്ക്വയർ വെൽ. ഇൻഫിനിറ്റ് സ്ക്വയർ വെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണെന്ന് വെച്ചാൽ ഒരു പൊട്ടൻഷ്യൽ അതിൻ്റെ അതിൻ്റെ വെല്ലിൽ സീറോ പൊട്ടൻഷ്യലും ബാക്കിയുള്ള എല്ലായിടത്തും ഇൻഫിനിറ്റ് പൊട്ടൻഷ്യൽ. ഓക്കെ, നമുക്ക് എന്നാൽ ഫസ്റ്റ് ഒരു ഐബോൾ ചെയ്യുക. അപ്രോക്സിമേറ്റ്ലി എങ്ങനെയായിരിക്കും എന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം, എന്നിട്ട് സോൾവ് ചെയ്യാം. സാധാരണ പൊട്ടൻഷ്യൽ ഇവിടെ ഇൻഫിനിറ്റ് അല്ലാണ്ട് ഒരു V0 പൊട്ടൻഷ്യൽ ആയിരിക്കുമ്പോൾ എന്തായിരിക്കും ഉണ്ടാവുക? ഈ സീറോ ആയ സ്ഥലത്ത് ഓസിലേറ്ററി ബിഹേവിയർ ഉണ്ടാവും. ഇങ്ങനെ സൈൻ ഫങ്ഷൻ ആയിരിക്കും. പക്ഷേ V0 ഇത് എന്ന് വിചാരിക്കും, ഇത് എനർജി. V0 എനർജിനേക്കാളും കൂടുതലായിരിക്കുമ്പോൾ എക്സ്പോണൻഷ്യൽ ഡിക്കേ ഉണ്ടാവും. ഇവിടെ ഇങ്ങനെ എക്സ്പോണൻഷ്യൽ ഡിക്കേ ഉണ്ടാവും. എന്നിട്ട് ഇവിടെ ഓസിലേറ്ററി ബിഹേവിയർ ഉണ്ടാവും. ഇവിടെ എക്സ്പോണൻഷ്യൽ ഡിക്കേ ഉണ്ടാവും. ഈ ഡിഫറൻസ് V0 ഇയുടെയും തമ്മിലുള്ള ഡിഫറൻസ് എത്ര കൂടുന്നോ അത്ര അധികം ഈ ഡിക്കേ ലൈൻ കുറയും. ഈ ഡിഫറൻസ് ഈ V0 മൈനസ് ഈ ഡിഫറൻസ് എത്ര കൂടുന്നോ എത്ര കൂടുന്നതിനനുസരിച്ചിട്ട് ഈ ഡിക്കേ ലൈൻ അത് കുറയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ, ഇതുപോലെ ആണെങ്കിൽ ഇത് എനർജി വിചാരിക്കും, ഇതൊരു V0. അപ്പോൾ ഈ ഡിഫറൻസ് കൂടുതലായ കാരണം ഈ ഡിക്കേ ലൈൻ ഭയങ്കര ചെറുതായിരിക്കും. എന്നിട്ട് ഇവിടെ ഓസിലേറ്ററി ബിഹേവിയർ ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ ഇൻഫിനിറ്റ് ആവണമെങ്കിൽ എങ്ങനെയായിരിക്കും? അപ്പോൾ ഡിഫറൻസ് എന്തായിരിക്കും? ഇൻഫിനിറ്റ് അല്ലേ? അപ്പോൾ ഡിക്കേ ലൈൻ 0 ആവും. അപ്പം ഇങ്ങനെയാണ് ശരിക്കും വരേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഈ പൊട്ടൻഷ്യൽ സോൾവ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മുടെ പൊട്ടൻഷ്യൽ എന്താ? 0. അപ്പോൾ ഇവിടുത്തെ വേവ് ഫംഗ്ഷൻ നമുക്ക് സോൾവ് ചെയ്യാം. ഇവിടെ മാത്രമല്ലേ ഉള്ളൂ വേവ് ഫംഗ്ഷൻ, ഇവിടെ 0 അല്ലേ? അപ്പോൾ നമുക്ക് V(x) = 0 അതിടാം. അപ്പം എനിക്ക് എന്താ കിട്ടുക? ഇനി ഇത് ഇങ്ങോട്ട് കൊണ്ടുവരാം, ഇത് അങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യാൻ എനിക്ക് ഇനി ഞങ്ങൾക്ക് ഈ പോർഷൻ കെ സ്ക്വയർ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്തിനാ സ്ക്വയർ ഇട്ടേക്കണേ? കാരണം ഇത് സോൾവ് ചെയ്യുമ്പോൾ കെ സ്ക്വയർ അല്ലാണ്ട് സോൾവ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഫോമിലായിരിക്കും കിട്ടുക. e⁻√kx അങ്ങനത്തെ രീതിയിലും കിട്ടുക. വെറുതെ കെ ആയി സോൾവ് ചെയ്യുകയാണെങ്കിൽ. കെ സ്ക്വയർ ഇടാണെങ്കിൽ ഞങ്ങൾക്ക് e⁻⁻ikx അങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്തിരി കൂടി സിമ്പിളായിട്ട് കിട്ടാൻ സിമ്പിളായി കിട്ടാൻ ഞങ്ങൾക്ക് കെ സ്ക്വയർ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് ഞങ്ങൾക്ക് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഈ ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിംഗർ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഇത് ഞങ്ങളുടെ വേവ് ഫംഗ്ഷൻ e⁻x അങ്ങനെയായിട്ട് അസ്യൂം ചെയ്യുക. അതിൻ്റെ സൊല്യൂഷൻ്റെ ഫോം ഇങ്ങനെ ആയിരിക്കും അസ്യൂം ചെയ്യുക. കാരണം ഇതിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആറിൻ്റെ വാല്യൂ കിട്ടും. ഞങ്ങൾക്ക് അങ്ങനെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാം. ഇനി ഞങ്ങൾക്ക് ജനറൽ സൊല്യൂഷൻ എഴുതാം. ജനറൽ സൊല്യൂഷൻ എന്തായിരിക്കും? ഫസ്റ്റ് ഇത് ഞങ്ങളുടെ ψ(x) കണ്ടുപിടിച്ചില്ലേ, ഇതിന് സൊല്യൂഷൻസ്. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക, ആർബിട്രറി കോൺസ്റ്റൻ്റായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഞങ്ങൾക്ക് ജനറൽ സൊല്യൂഷൻ കിട്ടും. അത് ഞങ്ങളുടെ ψ(x) ആയിട്ട് ഇപ്പോൾ ഒന്ന് അസ്യൂം ചെയ്യാം. എന്നിട്ട് അടുത്ത് ഞങ്ങൾക്ക് ബൗണ്ടറി കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ട് അതിനെ നാരോ ഡൗൺ ചെയ്ത് ശരിക്കുള്ള ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാം. ഞങ്ങൾക്ക് എഴുതാം e⁻ikx + b⁻ikx. ഓക്കെ, ഇനി ഞങ്ങൾക്ക് ഇതിനെ സൈനും കോസും ഫോമിലാക്കി എഴുതാം. അതെങ്ങനെ ചെയ്യാം? ഓയിലേഴ്സ് ഫോർമുല കാരണം ഈ e⁻iθ = cos θ + I sin θ. നമ്മൾ ഇതിവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇതിവിടെ കിട്ടും, ഇത് ഇവിടെ കിട്ടും. ഇവിടെ കോസ് നെഗറ്റീവ് kx വരണ്ടേ, പക്ഷേ കോസ് നെഗറ്റീവ് θ എന്താ? cos θ. ഇവിടെ സൈൻ നെഗറ്റീവ് kx = നെഗറ്റീവ് sin θ. അപ്പോൾ ഇവിടെ മൈനസ് വന്നു. ഓക്കെ, നമ്മൾ ഇനി ഇവിടെ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇനി അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. a + b എന്തായാലും ആർബിട്രറി കോൺസ്റ്റൻ്റ്. അപ്പോൾ ഞങ്ങൾക്ക് ഇതിനെ a തന്നെ ആക്കി എഴുതാം. ഇത് വേറൊരു ആർബിട്രറി കോൺസ്റ്റൻ്റ്. അപ്പോൾ വേറെ ആക്കി വേണ്ടിയിട്ട് ഇതിനെ b ആക്കി എഴുതാം. അപ്പോൾ ഞങ്ങൾക്ക് എന്താ കിട്ടി? ψ(x) =
a cos kx plus b sin kx. പിന്നെ അവിടെ ബൗണ്ടറി കണ്ടീഷൻസ് എന്താ? ഇത്തിരി ബൗണ്ടറി കണ്ടീഷൻസ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ലേ വീഡിയോ തുടങ്ങുമ്പോൾ? എന്താണ്? ഈ സൈഡും psi of x ഈക്വൽ ടു 0. കാരണം പറഞ്ഞന്ന് എക്സ്പോണൻഷ്യൽ ഡിക്ക് ഇവിടെ 0 ആവും, ഇത് ഇൻഫിനിറ്റ് ആയ കാരണം. അപ്പം നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് വേവ് ഫംഗ്ഷൻ എങ്ങനെയാവും നമുക്ക് നോക്കാം. അപ്പോൾ psi of 0 ഈക്വൽ ടു psi of a ഈക്വൽ ടു 0. psi of 0 എന്താ? ഇത്. ഓക്കെ, ഇത് 1 ആവും. cos 0 1. ഇത് 0 ആവും. psi of 0 എന്താ? 0. അപ്പം എന്താ ഇതിൽ പറയണത്? a ഈക്വൽ ടു 0. ഇനി a ഈക്വൽ ടു 0, അപ്പോൾ psi of x എന്താവും? ഇനി b sin kx. ബീനെ ആക്കി എഴുതാം, ഇത്തിരി കൂടി ഭംഗിയുണ്ടാകാൻ. ആർബിട്രറി കോൺസ്റ്റന്റ് എന്ത് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്തത് psi of a ഈക്വൽ ടു 0. psi of a എന്തായിരിക്കും? അപ്പം psi of a ഈക്വൽ ടു a sin ka ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇനി രണ്ട് വേയിൽ ഇത് പോകാൻ പറ്റും. ഒന്നെങ്കിൽ a ഈക്വൽ ടു 0, അല്ലെങ്കിൽ ഈ ഭാഗം sin ka ഈക്വൽ ടു 0. സൈൻ പ്ലസ് 0 ആവുക ഇൻറ്റീജർ മൾട്ടിപ്പിൾസ് ഓഫ് പൈ അല്ലേ? സൈൻ്റെ ഗ്രാഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. പൈ 2π 3π 4π, -π 2π -3π -4π. ഇവിടെ ഒക്കെ ഈ ഗ്രാഫ് 0 ആവുക. ഇതാണ് സൈൻ്റെ സീറോസ്. അപ്പോൾ പറയണമെന്ന് വെച്ചാൽ കെ എ ഷുഡ് ബി ആൻ ഇൻറ്റീജർ മൾട്ടിപ്പിൾ ഓഫ് പൈ. അപ്പോൾ ഈ 0 ആവും. അല്ലെങ്കിൽ a ഈക്വൽ ടു 0. a ഈക്വൽ ടു 0ൻ്റെ അത് ഇംപ്ലൈ ചെയ്യണത് psi of x ഈക്വൽ ടു 0. psi of x ഈക്വൽ ടു 0 ട്രിവിയൽ സൊല്യൂഷൻ. ഓക്കെ, കാരണം അതിൻ്റെ അർത്ഥം വേവ് ഫംഗ്ഷൻ തന്നെ ഇല്ല. ദാറ്റ്സ് എ യൂസ്ലെസ് സൊല്യൂഷൻ. ഓക്കെ, ഇനി ഞങ്ങൾക്ക് അടുത്ത കേസ് നോക്കാം. അപ്പോൾ sin ka ഈക്വൽ ടു 0, ka പിന്നെ ±1π ±2π. ka equal to n pi, where n is part of integers. നമുക്ക് ഇനി ഇതിൽ നിന്ന് ഇംപ്ലൈ ചെയ്യണം എന്താ? n pi by a. അതാണ് k. കെയുള്ള എനർജിയുടെ ഇൻഫോർമേഷൻ ഇല്ലേ? k എന്നാണ് എന്താ? 2me ഡിവൈഡ് ബൈ h bar സ്ക്വയർ. അപ്പം ഞങ്ങൾക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിൽക്കാം. ഞങ്ങൾക്ക് എനർജിയുടെ റൂട്ടല്ല വേണ്ടത്, എനർജി അല്ല വേണ്ടത്. അപ്പം ഞങ്ങൾക്ക് രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യാം. അപ്പം എന്താ കിട്ടാം? 2me, ഇവിടെ സ്ക്വയർ ഇല്ല. ഓക്കെ, h bar സ്ക്വയർഡ് ഇസ് ഈക്വൽ ടു n സ്ക്വയർഡ് പൈ സ്ക്വയർഡ് ഡിവൈഡഡ് ബൈ a സ്ക്വയർഡ്. ഇനി ഇത്തിരി ട്രാൻസ്പോസിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരം n സ്ക്വയർഡ് പൈ സ്ക്വയർഡ് h bar സ്ക്വയർഡ് ഡിവൈഡഡ് ബൈ 2m a സ്ക്വയർഡ്. ഈ സബ്സ്ക്രിപ്റ്റ് n, കാരണം n നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഞങ്ങൾ ഇൻഫിനിറ്റ് സ്ക്വയർ വേലിൻ്റെ എനർജി കണ്ടുപിടിച്ചു. ഇതാണ് എനർജി. എന്നിൻ്റെ വാല്യൂ അനുസരിച്ചിട്ട് എനർജി കിട്ടും. ഇനി വേവ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാം. ഞങ്ങൾക്ക് കെയുടെ വാല്യൂ അറിയാം, b0 എന്നറിയാം. അതെല്ലാം കൂട്ടി വെച്ചിട്ട് ഞങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും psi of x ഈസ് ഈക്വൽ ടു സൈൻ ka അല്ലേ വരാം. പക്ഷെ k എന്താ? n pi ഡിവൈഡ് ബൈ a. ഇപ്പം n pi ഡിവൈഡഡ് ബൈ a x. kx എന്തായി? n pi ഡിവൈഡ് ബൈ a x. ഓക്കെ, ഇതാണ് വേവ് ഫംഗ്ഷൻ. ഇനി a കണ്ടുപിടിക്കുക. നോർമലൈസേഷൻ കോൺസ്റ്റൻറ്റ് എങ്ങനെ നോർമലൈസ് ചെയ്യാം? പാർട്ടിക്കിളിനെ കണ്ടുപിടിക്കാനുള്ള പ്രോബബിലിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക? സൈ കോംപ്ലക്സ് ഫംഗ്ഷനായ കാരണം കോംപ്ലക്സ് കോൺജുഗേറ്റ് ടൈംസ് സൈൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് ടൈംസ് സൈ. അപ്പോൾ ഞങ്ങൾക്ക് മോഡുലസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് ഇൻറ്റിഗ്രേറ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ഇൻഫിനിറ്റി തൊട്ട് പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുമ്പോൾ
1 കിട്ടണം പ്രോബിലിറ്റി. നമുക്ക് ഇത് ഈ വേവ് ഫംഗ്ഷൻ നെഗറ്റീവ് ഇൻഫിനിറ്റി തൊട്ട് ഇൻഫിനിറ്റി വരെയല്ലേ ഉള്ളത്, 0 to a വരെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് ഇത് ബൗൺസ് ആക്കി ഉപയോഗിച്ചിട്ട് ഇത് സ്ക്വയർ ചെയ്യാം. ഇതിൻ്റെ ടൈം ഡിപ്പെൻഡൻറ്റ് പാർട്സ് ക്യാൻസൽ ആയി പോകും, കോംപ്ലക്സ് കോൺജുഗേറ്റും കൂടി ക്യാൻസൽ ആയി പോകും. ഞങ്ങൾ ഇത് ഇൻറ്റിഗ്രേറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഇത് കിട്ടും. ഓക്കെ, ഇനി സൈൻ ഞാൻ നേരത്തെ പറഞ്ഞെന്താ ഇൻറ്റീജർ മൾട്ടിപ്പിൾസ് ഓഫ് സൈൻ 0 ആണ്. ഇത് ഇൻറ്റീജർ മൾട്ടിപ്പിൾ അല്ലേ, 2 times n എന്താ ഇൻറ്റീജറാണ്. അപ്പോൾ 0 ആവും. അപ്പം ഞങ്ങൾക്ക് കിട്ടണത് a times നെഗറ്റീവ് 2πn 4πn ക്യാൻസൽ ക്യാൻസൽ ക്യാൻസൽ. ഞാനിവിടെ ഒരു മൈനസ് ഇടാൻ മറന്നു. ഓക്കെ, ഇനി ഈ 2 മൈനസ് കൂടി ക്യാൻസൽ ആവും. അപ്പം എനിക്ക് എയുടെ വാല്യൂ എന്താ കിട്ടുക, a equal to 2 divided by a under root. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് സൈയുടെ വാല്യൂ ഇപ്പോൾ കിട്ടും. psi of x is equal to 2 divided by a under root sin n pi x divided by with energies n squared pi squared h bar squared divided by 2m a squared. ഇതിൽ n ഡിസ്ക്രീറ്റ് ഇൻറ്റീജേഴ്സും അല്ലാണ്ട് കണ്ടിന്യൂസ് എമൗണ്ട് അല്ല. അപ്പോൾ അതിനർത്ഥം എനർജി ക്വാണ്ടിറ്റൈസ്ഡ് ആണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ n equal to 1, അപ്പോൾ പൈ സ്ക്വയർഡ് h bar squared divided by 2m a squared. n equal to 2, 4 പൈ സ്ക്വയർഡ് h bar squared divided by 2m a squared. അങ്ങനെ ഡിസ്ക്രീറ്റ് 1, 4, 9 n അങ്ങനെ ആവാൻ പറ്റുള്ളൂ. അപ്പോൾ എനർജീസും അങ്ങനെ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള എമൗണ്ട് ആവാൻ പറ്റുള്ളൂ, അല്ലാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ആവാൻ പറ്റില്ല. വേവ് ഫങ്ഷൻസ് പ്ലോട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഇത് കിട്ടും. ഈ വേവ് ഫങ്ഷൻസ് എല്ലാതും ശരിക്കും ഓർത്തോഗണലാണ്. ഓർത്തോഗണൽ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള വേവ് ഫങ്ഷൻസ് കൂടി മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇൻറ്റഗ്രൽ എടുക്കുകയാണെങ്കിൽ എനിക്ക് 0 കിട്ടും. ഇത് ഡോട്ട് പ്രോഡക്റ്റ് അല്ലേ, ശരിക്കും ഫങ്ഷൻസ് ഡോട്ട് പ്രോഡക്റ്റ് ഇങ്ങനെയല്ലേ എഴുതാം. ഏതെങ്കിലും മ്യൂച്വലി ഓർത്തോഗണൽ വെക്ടേഴ്സിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 0 അല്ലേ കിട്ടും. അതുപോലെ തന്നെ ഇതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ്, ഇതിൻ്റെ ഇന്നർ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് 0 കിട്ടും. എമ്മും എന്നും സെയിം ആണെങ്കിൽ എനിക്ക് 1 കിട്ടും. അതേസമയം എമ്മും എന്നും വേറെ ആണെങ്കിൽ എനിക്ക് 0 കിട്ടും. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഡിസ്ക്രൈബ് ചെയ്യാൻ എനിക്ക് ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ അല്ല, ക്രോണക്കർ ഡെൽറ്റ എന്നുള്ള സിമ്പിൾ ഇടാൻ പറ്റും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ. ഓക്കെ, എന്തുകൊണ്ടാണ് എമ്മും എന്നും സെയിം ആകുമ്പോൾ 1 കിട്ടണത്? ഈ ഇതായിരുന്നു നോർമലൈസ്ഡ് ആയിരുന്നു. നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ്റെ പ്രോബിലിറ്റി എന്താ? 1.